ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ഉണ്ടല്ലോ കുറച്ച് സ്പെഷ്യലാണ്. പണ്ടെപ്പോഴോ ഇത് കഴിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഇത് ഉണ്ടാക്കണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതങ്ങോട്ട് നടക്കുന്നില്ല. അപ്പോൾ ദാ ഇന്ന് ഞാൻ അതങ്ങ് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാൽ പൊറോട്ട ആണ് കേട്ടോ. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് പൊറോട്ടയും കടലക്കറിയുമായിരുന്നു. അപ്പം തന്നെ ഞാൻ ആരും കാണാത്തൊരു 6 ഉണ്ട എടുത്തങ്ങ് മാറ്റി വെച്ചു. വൈകിട്ട് നമുക്ക് പാൽ പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം പൊറോട്ട എന്ന് പറഞ്ഞ സാധനം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സാധനം അങ്ങനെ മിച്ചം വരാറില്ല. അയാളാണെങ്കിൽ സ്കൂൾ വിട്ട് വന്നിട്ട് പൊറോട്ട ഉണ്ടോ ഉമ്മച്ചി എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു പൊറോട്ട ഇല്ലയെന്ന് പറഞ്ഞു. ഇങ്ങനൊരു മാവ് അകത്ത് വെച്ചിരിക്കുന്ന കാര്യത്തെപ്പറ്റി ഞാൻ മിണ്ടാൻ പോയി. അതെങ്ങാണോ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ ഇപ്പം തന്നെ ഞാൻ പൊറോട്ട ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ദാ നല്ല ചൂട് പൊറോട്ട ഞാൻ ഉണ്ടാക്കി എടുക്കുവാണ്. വൈകുന്നേരം ആയപ്പോൾ തന്നെ ഞാൻ ബീഫ് റോസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ നല്ല ചൂട് പൊറോട്ട ചുട്ടെടുക്കുവാണ്. ഇടയ്ക്ക് ബീഫ് വെന്തോന്നൊക്കെ ഞാനൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പണ്ടെപ്പോഴോ ചട്ടിച്ചോറ് വാങ്ങിച്ചൊരു ചട്ടി ഉണ്ടായിരുന്നു. അതിലേക്കൊരു വാഴയില വെച്ചപ്പോഴേ വാഴയിലയാണെങ്കിൽ പൊങ്ങി നിൽക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മളോടാണോ കളി, മുറിച്ചതായി ഇതുപോലെ ആക്കി അങ്ങ് വെച്ചു കൊടുത്തു. ഇനി നമുക്ക് ആദ്യത്തെ പൊറോട്ട വെക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നല്ല തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫ് റോസ്റ്റ് ഉണ്ടല്ലോ അതങ്ങനെ നിരത്തി കൊടുക്കാം. വീണ്ടും അടുത്ത പൊറോട്ട വെക്കുക. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിക്കാം. അതിൻ്റെ പുറത്തോട്ട് ബീഫ് റോസ്റ്റ് വെച്ച് കൊടുക്കാം. എൻ്റെ പൊന്നോ, ഇതങ്ങോട്ട് വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കൊതി വരും കേട്ടോ കഴിക്കാനായിട്ട്. എന്നിട്ട് ലാസ്റ്റ് ഒരു പൊറോട്ടയും കൂടെ അതിൻ്റെ മുകളിലോട്ട് വെക്കാം. വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങോട്ട് കുതിർത്തി അങ്ങോട്ട് വെച്ചിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ വെച്ചൊരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. എൻ്റെ പൊന്നു മക്കളെ, 5 മിനിറ്റ് കഴിഞ്ഞത് തുറക്കുമ്പോൾ ഉണ്ടല്ലോ തേങ്ങാപ്പാലൊക്കെ കിടന്ന് അങ്ങനെ തിളച്ച് നല്ല അടിപൊളി ഒരു മണമൊക്കെ വരും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഞാൻ തന്നെയാണ് എപ്പോഴത്തെയും പോലെ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത്. കൈ ഇടാൻ പോലും പറ്റാത്ത അത്ര ചൂടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് ഒരു ഉരുള എടുത്ത് വായിലോട്ട് വെച്ചു. എൻ്റെ പൊന്നോ, എൻ്റെ നാക്കെല്ലാം പൊള്ളിപ്പോയി കേട്ടോ. പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. എൻ്റെ പൊന്നോ, എന്തൊരു ടേസ്റ്റായിരുന്നു. ആ തേങ്ങാപ്പാലിൻ്റെയും ബീഫിൻ്റെ എല്ലാം കൂടെ ആ ഒരു ഫ്ലേവറും എല്ലാം കൂടെ വന്നിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചട്ടി അങ്ങോട്ടേക്ക് കൈമാറി. പിന്നെ 2 പേരും കൂടെ അടിയായിരുന്നു. പിന്നെ അടുത്ത ചട്ടി എൻ്റെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ കറി ചട്ടിക്കകത്തോട്ട് അടുത്തൊരെണ്ണം സെറ്റ് ചെയ്തെടുത്ത്. എന്തായാലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാനും പിന്നെ അവരുടെയൊക്കെ ഇടയിൽ നിന്ന് കൈയിട്ട് വാരി ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കൂടുതലും കഴിക്കുന്നതിലും ഇഷ്ടം ഇവരൊക്കെ കഴിച്ചിട്ട് കൊള്ളാം എന്ന് പറയുന്നതിലാണ് കേട്ടോ എനിക്ക് താല്പര്യം. അപ്പം പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്ന ദിവസം വേഗം പോയി ഉണ്ടാക്കി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, ബൈ.